ജനാധിപത്യം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സഭയുടെ കാവലാളാകേണ്ട സ്പീക്കർ ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറുന്നുവെന്ന അതിശക്തമായ ആരോപണവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തെത്തിയപ്പോൾ ഒരു അപ്രതീക്ഷിത രംഗത്തിലേക്കായിരുന്നു പാർലമെന്റ് സഭ കടന്നു നീങ്ങിയത്. ലോക്സഭയിൽ ദിവസങ്ങളോളം നീണ്ട ബഹളത്തിന് ശേഷം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കോൺഗ്രസ് പാർട്ടി ഉടൻ തന്നെ അവിശ്വാസ പ്രമേയം കൊടുക്കാൻ ഒരുങ്ങുന്ന വേളയിൽ പിന്നിൽ നിന്നും കുത്താൻ നോക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ലോക്സഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് നൽകാനായിരുന്നു പ്രതിപക്ഷം തീരുമാനിച്ചത്. തൃണമൂൽ കോൺഗ്രസ് നോട്ടീസിൽ ഒപ്പുവെക്കില്ല എന്നറിയിച്ചതോടുകൂടി പ്രതിപക്ഷം ചില പ്രതിസന്ധികളിലും ഏർപ്പെടുകയാണ്. വനിതാ എംപിമാർക്കെതിരെ സ്പീക്കർ അസത്യം പറഞ്ഞുവെന്നും സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ് നൽകുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് സ്പീക്കർക്കെതിരായ വിശ്വാസ പ്രമേയം ഇതാദ്യമായിട്ടാണ് വരുന്നത്. സ്പീക്കറെ നീക്കാനുള്ള നോട്ടീസ് സാധാരണ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകേണ്ടത്. നിലവിൽ സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് ഇത് ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകുക. ഇന്ത്യ സഖ്യ യോഗം ചേർന്നാണ് സ്പീക്കറെ നീക്കാനുള്ള നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ മമതാ ബാനർജി കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് നോട്ടീസിൽ ഒപ്പുവെക്കില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ സ്പീക്കർ അനുവദിച്ചില്ല എങ്കിൽ അവിശ്വാസ പ്രമേയമായി മുന്നോട്ട് പോകുവാനാണ് തീരുമാനം. എന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദം നൽകിയാൽ പ്രമേയം അവതരിപ്പിക്കുന്നത് പാർട്ടി വൈകിപ്പിച്ചേക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി പറയുന്ന പ്രമേയ ചർച്ചയ്ക്കിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. 2020 ചൈനയ്ക്കെതിരായ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജനറൽ എം നരവാനെയോട് പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പ് രാഹുൽ ഗാന്ധി ഉദ്ധരിച്ചു പറഞ്ഞിരുന്നു. പ്രസിദ്ധീകരിക്കാത്ത സാഹിത്യങ്ങൾ ഉദ്ധരിക്കരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർ റൂളിംഗ് പാസാക്കി. പുസ്തകം അച്ചടിച്ചിട്ടില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രസാധകൻ സത്യം വെളിപ്പെടുത്തിയില്ല എന്ന് ചൊവ്വാഴ്ച ലോക്സഭയിലെ LOP ആരോപിച്ചു. കാരണം ഒരു മുൻ കരസേനാ മേധാവി പുസ്തകം സ്ഥിരീകരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനൊപ്പം വനിതാ എംപിമാർ പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന അസത്യ പ്രസ്താവന സ്പീക്കർ നടത്തിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. 8 എംപിമാരെ ഈ സമ്മേളന കാലയളവ് മുഴുവൻ സസ്പെൻഡ് ചെയ്തതും പക്ഷാപാതത്തിന് ഉദാഹരണമായിട്ട് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടും. കരസേനാ മുൻ മേധാവി ജനറൽ എം നരവേനയുടെ പുസ്തകത്തിന്റെ പതിപ്പ് രാഹുലിന് ആര് നൽകിയെന്നതിൽ വിവാദം ഇപ്പോൾ മുറുകുകയും ചെയ്യുകയാണ്. പുസ്തകത്തിന്റെ പതിപ്പ് ചോർന്നതിൽ ദില്ലി പോലീസ് ഗൂഢാലോചന സംശയിക്കുന്നു എന്ന ആരോപണവും ഇപ്പോൾ ശക്തമാകുന്നു. പുസ്തകത്തിന്റെ ഹാർഡ് കോപ്പി രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചതും അന്വേഷിക്കും. പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടില്ല എന്ന് പെൻകിൻ ബുക്സ് വ്യക്തമാക്കി. പകർപ്പവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി വേണം. ഇപ്പോൾ പ്രചരിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പുസ്തകവുമായി ലോക്സഭയിൽ എത്തിയിരുന്നു. ചൈനീസ് കടന്നുകയറ്റ സമയത്ത് സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകിയില്ല എന്ന മുൻ കരസേനാ മേധാവി എം നരവേനയുടെ ഓർമ്മക്കുറിപ്പ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചത്. ഇത് സർക്കാർ തടഞ്ഞതുമാണ് വിവാദങ്ങളുടെ പ്രധാന തുടക്കമായത്. ഇതുവരെ പ്രകാശനം ചെയ്യാത്ത നരവേനയുടെ പുസ്തകവുമായിട്ടാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത്. ആദ്യം മാധ്യമങ്ങളെ പുസ്തകം കാണിച്ച രാഹുൽ ഗാന്ധി സഭയ്ക്ക് അകത്തും പുസ്തകം ഉയർത്തി കാണിച്ചു. BJP എം നിഷികാന്ത് ദുബെ നെഹ്റു കുടുംബത്തിനെതിരെ വ്യക്തിപരമായ ആരോപണമുള്ള 5 പുസ്തകങ്ങൾ ഉയർത്തി തിരിച്ചടിച്ചു. അതേസമയം കരസേന മുൻ മേധാവി ജനറൽ എം നരവേനയുടെ പുസ്തകത്തിന്റെ പതിപ്പ് രാഹുലിന് ആര് നൽകിയത് എന്നതിൽ ഉത്തരവുമായിട്ട് KC വേണുഗോപാലും എത്തിയിരുന്നു. രാഹുലിന് പുസ്തകം ലഭിച്ചത് ആമസോണിൽ നിന്നുമാണ് KC വേണുഗോപാൽ വെളിപ്പെടുത്തിയത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങൾക്കിടയിൽ കുടുങ്ങിയ പാർലമെന്റ് സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെച്ചിരുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കോൺഗ്രസ് എംപിമാർ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെച്ചതായിട്ടും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്.